السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായി കാണാം, ജമീഉൽ ഉമമി അൽ മുകദ്ദിബതി ലി അംബിയാഇഹിം ഇന്നമാ ഹമലഹും അലാ കുഫ്രിഹിം വഹലാകിഹിം ഹുബ്ബുദ് ദുനിയ. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, മുൻകാലക്കാരായ മുഴുവൻ അമ്പിയാക്കളെയും അവരെ നിഷേധിച്ച് തള്ളിയതായ മുഴുവൻ സമൂഹങ്ങൾ, ആ സമൂഹങ്ങളെ അവരുടെ ആ കുഫറിന്, ആ നിഷേധത്തിന്, അതുപോലെ തന്നെ അവരുടെ ആ നാശത്തിന് അവരെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് അത് ദുനിയാവിനോടുള്ള സ്നേഹമാണ് എന്നാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഫകുല്ലു ഖതീഅത്തിൻ ഫിൽ ആലമി അസ്ലുഹാ ഹുബ്ബുദ് ദുനിയ. ദുനിയാവിൽ സംഭവിക്കുന്ന ഏതേത് തിന്മകളാണ് എങ്കിലും അതെല്ലാം ദുനിയാവിനോടുള്ള സ്നേഹമാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നുള്ളത്. ഒരു പലിശയുമായി ബന്ധപ്പെടുകയാണ്, അതല്ലെങ്കിൽ ഒരു വ്യഭിചാരവുമായി ബന്ധപ്പെടുകയാണ്, അതല്ലെങ്കിൽ ഒരു കള്ളുകുടിയുമായി, അതല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെടുകയാണ്. ഇതൊക്കെ എന്താണ്? ദുനിയാവിനെ സ്നേഹിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആസ്വദിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് അത് ദുനിയാവിനോടുള്ള സ്നേഹമാണ് എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു വെക്കുന്നത്. ഇത് അദ്ദേഹം വീണ്ടും പറയാണ്, ഫഹുബ്ബുദ് ദുനിയ വദ്ദിയാസ ഹുവല്ലദീ അമ്മറ അന്നാറ ബിഅഹ്ലിഹാ. ദുനിയാവിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അധികാരങ്ങളോടുള്ള സ്നേഹവും അതാണ് നരകക്കാരെ കൊണ്ട് സജീവമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് അയാൾ ദുനിയാവിനെ സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ നേതൃപദവികൾ തനിക്കുണ്ടായി കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, വസ്സുഹ്ദു ഫിദ് ദുനിയ വദ്ദിയാസ ഹുവല്ലദീ അമ്മറൽ ജന്നത ബിഅഹ്ലിഹാ. എന്നാൽ ഒരാൾ ദുനിയാവിൽ വിരക്തി കാണിച്ചുകൊണ്ട്, ദുനിയാവിൽ ഒന്നും സമ്പാദിക്കണ്ട, ഒന്നും നേടണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ അതൊന്നും തൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല. ആ രൂപത്തിൽ ദുനിയാവിനോടുള്ള വിരക്തി, അതുപോലെ തന്നെ നേതൃപദവികളോടുള്ള വിരക്തി, ഇതൊക്കെയാണ് ഹുവല്ലദീ അമ്മറൽ ജന്നത ബിഅഹ്ലിഹാ. സ്വർഗക്കാരെ കൊണ്ട് സ്വർഗത്തെ സജീവമാക്കുന്ന കാര്യങ്ങൾ ദുനിയാവിനോടുള്ള വിരക്തിയും അതുപോലെ തന്നെ നേതൃപദവികളോടുള്ള വിരക്തിയും ഒക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ദുനിയാവിൽ നമുക്ക് വിരക്തിയാണ് ഉള്ളത് എങ്കിൽ, അതായത് ദുനിയാവിനോട് അത്ര സ്നേഹമില്ല എന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ തിന്മകളും അതുപോലെ തന്നെ നമ്മുടെ ശഹവത്തുകളും ഒക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറയും. അതോടുകൂടി നമ്മളുടെ നന്മകൾ, സൽപ്രവർത്തനങ്ങൾ, നമ്മുടെ ആഖിറമാണ് നമ്മുടെ ഹമ്മ് എങ്കിൽ, നമ്മുടെ ഉദ്ദേശമെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം സംഭവിക്കും, പരിവർത്തനം ഉണ്ടാകും. ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം, ദീൻ എനിക്കനുസരിച്ച് ജീവിക്കണം, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം, ഈ രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ രൂപപ്പെടുകയും അതോടുകൂടി തന്നെ അവൻ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുകയും അങ്ങനെ സ്വർഗത്തിൽ പ്രവേശനം അവന് എളുപ്പമായി തീരുകയും ഒക്കെ ചെയ്യുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം അവസാനമായി പറഞ്ഞു, വദ്ദുനിയാ തസ്ഹറുൽ ഉഖൂല അഅ്ളമ സിഹ്റിൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ അങ്ങേയറ്റം വശീകരിക്കുന്ന ഒരു സംഗതിയാണ് എന്നും അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ എല്ലാ ഫിത്നകളിൽ നിന്നും ഏവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.